വിഷു ബമ്പർ എടുത്ത ചേച്ചി എനിക്ക് സ്വയം ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവർക്കൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പാവങ്ങളെ സഹായിക്കും. കുറച്ച് ആൾക്കാർക്ക് സഹായിക്കണമെന്നുണ്ട്. എൻ്റെ കൂടെയുള്ളവരെന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് സഹായിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയെന്ന് ഞാൻ സന്തോഷിക്കും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. പൈസ മുഴുവൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മിണ്ടാതിരിക്കും. ആവശ്യമായി ഫുഡ് കഴിക്കും. അത് ബമ്പറിന്റെ കാശ് ഇതുവരെ കിട്ടിയ ചരിത്രം ഇല്ല. കുറച്ച് കടങ്ങളുണ്ട്, അത് വീട്ടും. വീട് വയ്ക്കും, അനാഥാലയത്തിൽ കൊടുക്കും. കുറച്ച് കടങ്ങളും കാര്യങ്ങളും തീർക്കും. ഫാമിലി പേഴ്സണലായ കാര്യങ്ങളുണ്ട്. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? രജിത. രജിത. അപ്പൊ ചേച്ചിക്ക് ഒരു ദിവസം വിഷു ബമ്പർ എടുത്ത ചേച്ചി എനിക്ക് സ്വയം ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവർക്കൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതെ, ആദ്യം എൻ്റെ കാര്യം ഞാൻ ചെയ്യാം. എൻ്റെ ഫാമിലിയുടെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ചേച്ചിയാണെങ്കിലോ? ആദ്യം സ്വന്തം കാര്യം നോക്കണ്ടേ. അത് അങ്ങനെ തന്നെ. അതിൽ ഒരുപാട് ഇപ്പൊ അതിന് ഒരുപാട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുന്ന കാര്യം ഞാൻ പറയുള്ളൂ. ഹലോ, ഹായ്, പേരെന്തായിരുന്നു? ദിവ്യ. ദിവ്യ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വിഷു ബമ്പർ അടിച്ചതിന് നിങ്ങൾ എന്ത് ചെയ്യും? പാവങ്ങളെ സഹായിക്കും. കൂടുതലും വീടൊന്നും ഇല്ലാത്ത കുറേ പേരുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് സഹായിക്കും. സ്വന്തമായിട്ടൊന്നും ചെയ്യില്ല? സ്വന്തമായിട്ട് അതിനുശേഷം എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം. ഹലോ, പേരെന്തായിരുന്നു? ഭദ്ര. ഭദ്ര അല്ലേ? അപ്പൊ ഭദ്രക്ക് ഇപ്പൊ പെട്ടെന്നൊരു വിഷു ബമ്പർ അടിച്ച ഭദ്ര എന്ത് ചെയ്യും? അനാഥാലയത്തിൽ കൊടുക്കും. പിന്നെ വേറെന്ത് ചെയ്യാം? പിന്നെ വേറെന്ത് ചോദിച്ചാൽ ഫുഡ് വാങ്ങി കഴിക്കും. ഫുഡ് വാങ്ങി. എന്താണ് ഇഷ്ടമുള്ള ഫുഡ്? എന്താണ് ഇഷ്ടമുള്ള ഫുഡ്? ബിരിയാണി. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു ചേച്ചി? എൻ്റെ പേര് ഗിരിജ. ഗിരിജ അല്ലേ? അപ്പൊ ചേച്ചിക്ക് ഒരു ദിവസം പെട്ടെന്ന് വിഷു ബമ്പർ അടിച്ച ചേച്ചി എന്ത് ചെയ്യും? ഞാനില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. പൈസ മുഴുവൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മിണ്ടാതിരിക്കും. കാരണം 2-3 വർഷത്തിൽ നമുക്ക് ടാക്സ് വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എന്താ വെച്ചാൽ അപ്പോൾ ആലോചിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യും. കുട്ടാ, പേരെന്തായിരുന്നു? അബൂതായർ അല്ലേ? അപ്പോൾ അബുവിന് വിഷു ബമ്പർ അടിച്ച അബു എന്ത് ചെയ്യും? കാറ് വാങ്ങും. ഇയാള് പറഞ്ഞ പോലെ ഗ്രൗണ്ട് വാങ്ങും. ഈ ഗ്രൗണ്ട് വിലക്ക് വാങ്ങും, കോട്ട മൈതാനം വിലക്ക് വാങ്ങും അല്ലേ? നല്ലൊരു വീട് കെട്ടണം, ഐഫോൺ വാങ്ങണം, വണ്ടി എടുക്കണം. ഹലോ, ഹായ്, പേരെന്തായിരുന്നു? പറ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു വിഷു ബമ്പർ അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കും. നല്ലോണം ലാവിഷായി ഫുഡ് കഴിക്കും. വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും, ഇല്ലാത്ത ആൾക്കാർക്ക് പൈസ കൊടുക്കും. ഒരുപാട് എമൗണ്ട് അടിച്ചാട്ടോ, കുറച്ചാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് സിജു. ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ ഒരു ദിവസം വിഷു ബമ്പർ അടിച്ച ചേട്ടൻ എന്ത് ചെയ്യും? കുറച്ച് കടങ്ങളും കാര്യങ്ങളും തീർക്കും. ബാക്കി കുറച്ച് പാവപ്പെട്ടതിനും അല്ലെങ്കിൽ രോഗിയുള്ള അതിനൊക്കെ സഹായിക്കും. അത്ര വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും വലിയ ആഗ്രഹങ്ങൾ? അത്ര വലിയൊന്നുമില്ല. നമ്മുടെ ഫാമിലി ഒന്ന് സേവ് ചെയ്യാം. നമസ്കാരം, പേരെന്തായിരുന്നു? കൃഷ്ണപ്രിയ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വിഷു ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി ജീവിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർക്ക് സഹായിക്കണമെന്നുണ്ട്. എൻ്റെ കൂടെയുള്ളവരെന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് സഹായിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയെന്ന് ഞാൻ സന്തോഷിക്കും. അതുതന്നെയാണ് എൻ്റെ. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? പേര് ജയപ്രകാശ്. ജയപ്രകാശ് അല്ലേ? അപ്പോൾ ചേട്ടന് വിഷു ബമ്പർ അടിച്ച ചേട്ടന് ആ പൈസയും കൊണ്ട് എന്ത് ചെയ്യും? ആദ്യം പോയിട്ടൊരു വീട് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾ ഒരു ഫുള്ളൊക്കെ മേടിക്കും. അതാണ്, ഒരു ഫുള്ള് വാങ്ങാൻ കുറച്ച് പൈസ മതിയല്ലേ? ലോട്ടറി അടിക്കണം. ബാക്കി ഉണ്ടെങ്കിൽ. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? ഓക്കെ. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ഒരു ദിവസം വിഷു ബമ്പർ അടിച്ച ചേച്ചി എന്ത് ചെയ്യും? കുറച്ച് കടങ്ങളുണ്ട്, അത് വീട്ടും. ബാക്കിക്ക് ഞാൻ കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ ചിലവിനൊക്കെ പൈസ കുറവുള്ള അനാഥാലയത്തിൽ കുറച്ച് പൈസ കൊടുക്കും. വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇതേപോലെ ചെറിയ പറ്റണം. എത്ര പൈസ കിട്ടുകയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കിട്ടണ പൈസയും കൊണ്ട് എൻ്റെ കുറച്ച് പൈസ കിട്ടിച്ച പകുതി എൻ്റെ കടം ഞാൻ വീട്ടും, ബാക്കി പകുതിയും കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ ഒരു പ്രേംനാഥ്. ഓക്കെ. അപ്പോൾ ചേട്ടന് പെട്ടെന്ന് ഒരു ദിവസം വിഷു ബമ്പർ അടിച്ചാൽ ചേട്ടൻ എന്ത് ചെയ്യും? അത് ബമ്പറിന്റെ കാശ് ഇതുവരെ കിട്ടിയ ചരിത്രം ഇല്ല. ആകെ 5000 കൊടുക്കണേ. ഈ ഒരുപാട് കണ്ണ് കാണാത്തവരും കയ്യില്ലാത്തവരും ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി പണ്ടത്തെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണത്. ഇന്ന് അത് വിറ്റ് നടക്കുന്ന ആളുകൾ നോക്കുകയാണെങ്കിൽ തേച്ച ഷർട്ടും പാൻറ്റും സ്പ്രേ ഒക്കെ അടിച്ച് അവരുടെ കഞ്ഞൂടി മുട്ടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഒന്നും കൊടുക്കണമില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പം അതുകൊണ്ട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചിട്ടും ഒരാൾ ലോട്ടറി എടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? പേര് ജീവൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വിഷു ബമ്പർ അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫാമിലി പേഴ്സണലായ കാര്യങ്ങളുണ്ട്, അതൊക്കെ തീർക്കും. വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പേഴ്സണലായ കുറേ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ വെച്ചാൽ അപ്പോൾ തീരുമാനമൊന്നും ആയിട്ടില്ല.